IDS UGC നെറ്റ് ആപ്ലിക്കേഷൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ആപ്ലിക്കേഷൻ്റെ സമയത്ത് പല ആളുകൾക്കും ഒരു ഇഷ്യൂ ഉണ്ട്. നിലവിൽ അപ്ലൈ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഇഷ്യൂ പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസൊല്യൂഷനാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക, എന്നാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രോസസ്സ് കാണിക്കാൻ പറ്റും. ആദ്യമായി നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ അടിക്കുന്നു. എന്നിട്ട് നമ്മൾ നൽകിയിട്ടുള്ള പാസ്വേഡ് ഞാൻ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമുള്ള ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ. രജിസ്ട്രേഷൻ താഴെ പുതിയ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് അടിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് അത് ഈസിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇമെയിലിലേക്ക് ലഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നു. നമ്മുടെ പുതിയതായിട്ട് നൽകിയിട്ടുള്ള പാസ്വേഡ് ഇവിടെ കൊടുക്കുന്നു. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ അവിടെ സെക്യൂരിറ്റി പിന്നായിട്ട് നമുക്ക് സെക്യൂരിറ്റി പിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി പിന്ന് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യതയോടെ ശ്രദ്ധയോടെ തെറ്റുകൂടാതെ തന്നെ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ശേഷം നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്ത് എല്ലാ നമ്മുടെ ഫോമുകളും നമ്മുടെ ഓരോ കാര്യങ്ങൾ, നമ്മുടെ അഡ്മിഷൻ ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ഒരു സിഗ്നേച്ചറിൻ്റെ ഇഷ്യൂ ഒന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഓരോ ഇൻ്റർഫേസിലെയും ക്യാപ്ച അടിച്ചിട്ട് വേണം നമുക്കിനി മുന്നോട്ട് പോകാൻ. അപ്പോൾ ക്യാപ്ച അടിക്കുക, ഐ അഗ്രി എന്ന് കൊടുക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് അടുത്ത ഫേസിൽ, അതായത് നമ്മുടെ ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ക്യാപ്ച അടിക്കുക, അവിടെ നമ്മൾ അഗ്രി കൊടുക്കുക. അഗ്രി കൊടുത്തതിന് ശേഷം ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഇൻ്റർഫേസിലേക്ക് നമ്മൾ ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മുടെ അപ്ലൈ ചെയ്ത കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ ക്വാളിഫയിങ് ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഫേസാണ്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ കൊടുത്തതാണല്ലോ, അതുകൊണ്ട് നമ്മളിവിടെ ക്യാപ്ച അടിക്കുക, അഗ്രി അടിക്കുക, അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ച് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിസർച്ച് എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഫേസ് ഉണ്ട്. അവിടെയും നമ്മൾ ക്യാപ്ച അടിച്ചിട്ട് ഒന്നുകൂടെ ഒരാവർത്തിയുടെ ക്യാപ്ച അടിച്ച് ഐ അഗ്രി കൊടുത്തിട്ട് നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കുക. ഇത്രയും നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ ചെയ്ത് ഈ ഒരു സിഗ്നേച്ചർ ഇഷ്യൂ ഉള്ള ആളുകൾക്കാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഫേസിൽ, ഇപ്പോൾ നമ്മുടെ എക്സാം സെൻറ്ററൊക്കെ കളക്ട് ചെയ്യുന്ന ആ ഒരു ഫേസിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപ്ച അടിച്ച് അതെല്ലാം ഉറപ്പുവരുത്തി ഐ അഗ്രി അടിച്ചുകൊണ്ട് നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റിലേക്ക് നമ്മൾ പോവുക. ഓക്കെ, ഇനിയാണ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുക. നേരത്തെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, എല്ലാവരുടെയും വന്നിട്ടുണ്ടാവും. പക്ഷേ സിഗ്നേച്ചറിലാണ് പ്രശ്നം വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ നമ്മുടെ സിഗ്നേച്ചർ എടുക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ ശ്രദ്ധിച്ചോ, ഈ സിഗ്നേച്ചറിൽ ഒരു പക്ഷേ 15 KB താഴെയുള്ള സിഗ്നേച്ചർ മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന് മുകളിലേക്ക് പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കും പലതും പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഈ 15 KB ചുരുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റീസൈസ് പിക്സലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട IO PDF തുടങ്ങി അല്ലെങ്കിൽ ഇമേജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു വെബ്സൈറ്റ്, എനി വെബ്സൈറ്റ്സ് ആർ അവൈലബിൾ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുത്തുകൊണ്ട് അതിനെ ഫയൽ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ആ ഫയൽ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. എന്നിട്ട് ഞാനിവിടെ റെഡ്യൂസ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു 13 KB സംതിങ് ആയിട്ടുണ്ട്. ഓക്കെ, ഡൗൺലോഡ് ഇമേജ് കൊടുക്കുന്നു. എന്നിട്ട് എൻ്റെ ഇമേജ് ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ അഗൈൻ നമ്മുടെ നേരത്തെ നെറ്റ് ആപ്ലിക്കേഷൻ്റെ നമ്മുടെ സൈറ്റിലേക്ക് കയറുന്നു. എന്നിട്ട് ഞാനിപ്പോൾ പുതിയതായിട്ട് റീസൈസ് ചെയ്ത ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ റീസൈസ് ചെയ്ത ഈ ഒരു സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അഗൈൻ വീണ്ടും ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഇത് സമ്മതിക്കുന്നില്ല. കാരണം ഇവിടെ കൊടുക്കുന്നത് എക്സ്റ്റൻഷൻസ് ആർ അലൗഡ് JPG ആൻഡ് JPEG എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായിരിക്കും കൂടുതൽ ആൾക്കാരും പ്രശ്നം. കാരണം നമ്മളിപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, PDF അല്ല ഫോട്ടോ അപ്ലോഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ പലരും വിചാരിക്കും ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി, ഏത് ഫോട്ടോയും കുഴപ്പമില്ല. പക്ഷേ ഫോട്ടോ പൊതുവെ PNG ഫയലായിട്ടും വരും, JPG ഫയലായിട്ടും JPEG ഫയലായിട്ടൊക്കെ വരും. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ JPG ഫയലും JPEG ഫയലും മാത്രമേ ആക്സെപ്റ്റബിൾ ഉള്ളൂ. അതാണ് ആക്ച്വലി ഈ ഒരു സംഭവത്തിന് കാരണം. അല്ലാതെ നമ്മളിതിൻ്റെ റീനെയിം ചെയ്യാത്തതോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളില്ല. അപ്പോൾ ഈ PNG ഫയലിലുള്ള ഈ ഒരു ഡോക്സിനെ എനിക്ക് എന്ത് ചെയ്യണം, JPG ഫയലിലേക്കോ അല്ലെങ്കിൽ JPEG ഫയലിലേക്കോ ഞാൻ മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇമേജ് ചേഞ്ചർ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് സെർച്ച് ചെയ്യുന്നു. ഇമേജ് ചേഞ്ച് ടു JPG സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അതിനകത്ത് ഞാൻ ആദ്യം ഓൺലൈൻ കൺവേർട്ടറാണ് എടുക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ ഈസി ആയിട്ട് യൂസ്ഫുൾ ആവുന്നത് നമ്മുടെ ഈ ഒരു ഫയലല്ല, ഈ ഒരു വെബ്സൈറ്റ് എല്ലാം മനസ്സിലാക്കിയിട്ട്, അതായത് image.onlinecconvert.com അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിന് ബാക്ക് അടിച്ച് പോകുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇതിൻ്റെ ഈസി യൂസ്ഫുൾ അല്ല എന്നതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒഴിവാക്കിയിട്ട് മറ്റൊരു ഫയലിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ വിഷ്വൽസ് കാണാം. അപ്പോൾ ഇതിന് പകരം നമ്മുടെ ഐ ലവ് IMG, അതായത് ഐ ലവ് ഇമേജ്, ഐ ലവ് PDF പോലെ തന്നെ ഐ ലവ് ഇമേജ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ
ആപ്പിനകത്ത് വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു സംഭവം സിഗ്നേച്ചർ കയറ്റുന്നു. അങ്ങനെ ഇതിപ്പോൾ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, കൺവേർട്ടഡ് ആയി. ഇപ്പോൾ JPG ഫയലിലേക്ക് കൺവേർട്ട് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ പോയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. ഒരുപക്ഷെ അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ അപ്ലോഡ് ചെയ്യാൻ ചാൻസ് കിട്ടിയില്ല. എഗെയിൻ നമ്മുടെ വീണ്ടും ഞാൻ നേരത്തെ 15 KB ചുരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഇപ്പം നമ്മൾ സൈസ് സംഭവത്തിൻ്റെ ഇതിൻ്റെ JPG ഫയലിലേക്ക് മാറ്റിയത് കൊണ്ട് വീണ്ടും അതിൻ്റെ സൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ അതിനെ കംപ്രസ് ചെയ്യാണ്. നേരത്തെ കംപ്രസ് ചെയ്ത റീസൈസ് പിക്സലിലേക്ക് തന്നെ പോകുന്നു. വീണ്ടും കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ 13.52 എനിക്ക് കിട്ടുന്നു. 52 13.52 എത്തുന്നു. അങ്ങനെ അത് ഡൗൺലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ ഇവിടെ ആക്ച്വലി അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അപ്ലോഡ് ആകുന്നുണ്ട്. ഇനി ഇവിടെ അപ്ലോഡ് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചില ആളുകളുടെ ഇവിടെയും സിഗ്നേച്ചർ അപ്ലോഡ് ആവാൻ ചാൻസ് ഇല്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനൊന്ന് റീസൈസ് ചെയ്യണം. റീസൈസ് ചെയ്യാന്ന് മീൻസ് ഇതിൻ്റെ വിഡ്ത്ത് ആൻഡ് ലെങ്ത് ഒന്ന് റീസൈസ് ചെയ്യാം. 1500ഉം 462 ഒക്കെ ആയിട്ട് റീസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ മൊബൈൽ വെരിഫിക്കേഷൻ നടത്തണം. മൊബൈൽ വെരിഫിക്കേഷൻ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് അതിന് താഴെ അതിൻ്റെ ക്യാപ്ചർ കൊടുക്കുന്നു. മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കലി വരും. കാരണം നമ്മൾ നേരത്തെ ആധാർ കാർഡ് മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഒരു നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വന്ന OTP അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ OTP ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ആവും എന്നുള്ളതാണ് ആ ഒരു സംഭവം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യാനുള്ളത്. നമ്മളിതിൻ്റെ സൈസ് ശ്രദ്ധിക്കണം. സൈസ് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫയൽ ഏതാണെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫയലും സൈസും ഓക്കെ ആണെങ്കിൽ പിന്നീട് നമുക്ക് ഫീ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും. അങ്ങനെ ഫീ പേയ്മെൻറ്റോട് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പൂർണ്ണമാവും. നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് UGC നെറ്റ് എക്സാമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന്. ഇന്നുകൂടെ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല എന്ന് കൃത്യമായി ഓർത്ത് വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുക.